പറഞ്ഞു ഏഷ്യാനെറ്റിനെ പറ്റി. അവർക്ക് വലിയ ചർച്ച ഇപ്പൊ ഹൂറികളെ കുറിച്ചാണ്, സ്വർഗത്തിലെ ഹൂറികളെ കുറിച്ച്. ഇതൊക്കെ പറയുന്ന കേട്ടാ തോന്നും പരിശുദ്ധ ഇസ്ലാം ആരെയൊക്കെയോ കൊണ്ട് സോപ്പിട്ട് ഈ സ്വർഗത്തിന് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൂറിയാളെ ആദ്യമായിട്ട് സബ്മിറ്റ് ചെയ്താണ് അതെന്ന്. അല്ലെങ്കിലും അങ്ങനെ കുറെ വിമർശനങ്ങളുണ്ടല്ലോ. എന്ത് ഇസ്ലാം വാളെടുക്കാൻ പറഞ്ഞു, സ്വർഗം തരും എന്ന് പറഞ്ഞ് മോട്ടിവേഷൻ ചെയ്തു, എന്നിട്ട് കുറെ ആളുകളെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ സമ്പത്തൊക്കെ പിടിച്ചടക്കിയെന്ന്. അവിടുന്ന് മരിക്കുമ്പോ ഏതാനും നാഴി ഗോതമ്പ് പൊടിക്ക് വേണ്ടി അവിടുത്തെ പടയങ്കി അയൽവാസിയാകുന്ന ജൂതന്റെ വീട്ടിൽ പണയത്തിലായിരുന്നു എന്ന യാഥാർത്ഥ്യം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്കെങ്കിലും അറിയണം. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ കുറെ ആളുകളെ യുദ്ധത്തിന് വേണ്ടിയിട്ട് പുറത്തിറക്കിയിട്ട് അവരെ കൊണ്ട് യുദ്ധം ചെയ്ത് കുറെ മുതൽ സ്വരൂപ് കൂട്ടി എന്ന് പറയുന്നത്. ഈ യുദ്ധത്തിന് വേണ്ടി തയ്യാറാവുക, യുദ്ധം കൊണ്ട് മരണപ്പെടുന്ന ആളുകൾക്ക് വലിയ സന്തോഷം കിട്ടുക എന്നുള്ളത് പരിശുദ്ധ ഇസ്ലാം സമൂഹത്തിന് സമർപ്പിച്ച പുതിയൊരു ദർശനമൊന്നുമല്ല. അഥവാ പ്രാപ്സ്യസേ സ്വർഗം ജിത്തോവാം ബോക്ഷസേ മഹിം തസ്മാദുത്തിഷ്ടകൗന്ധേയ യുദ്ധായ കൃതനശ്ചയ. ശ്രീമദ് ഭഗവത്ഗീതയുടെ 2-ാം അധ്യായത്തിന്റെ 27-ാമത്തെ ശ്ലോകം അങ്ങനെയാണ്. അഥവാ പ്രാപ്സ്യസേ സ്വർഗം, ഈ യുദ്ധത്തിൽ നീ മരണപ്പെട്ടാൽ സ്വർഗം പ്രാപിക്കാം. ജിത്തോവാം ബോക്ഷസേ മഹിം, നീ വിജയിച്ചാലോ ഈ ഭൂമിയെ അനുഭവിക്കുകയും ചെയ്യാം. തസ്മാത്, അതുകൊണ്ട് ഉത്തിഷ്ഠ കൗന്ധേയ, കുന്തിയുടെ പുത്രനാകുന്ന അർജുന എഴുന്നേൽക്കുക, യുദ്ധായ കൃതനിശ്ചയ, യുദ്ധം ചെയ്യാൻ നിശ്ചയിച്ചുകൊണ്ട്. ഇത് ഗീതയുടെ വർത്താനാണ്. യുദ്ധത്തെ വിമർശിക്കാനല്ല ഞാനിത് പറയണത്. അനിവാര്യമായ സന്ദർഭങ്ങളിൽ ലോകചരിത്രത്തിൽ അനുസ്യൂതം അത് തുടർന്നിട്ടുണ്ടെന്ന് പറയാൻ. ഈ യുദ്ധം ചെയ്ത് മരിച്ചു പോകുന്ന ആളുകൾക്ക് ശ്രീ മഹാഭാരതത്തിന്റെ വനപർവത്തിന്റെ 168-ാം കാണ്ഡത്തിന്റെ 6-ാം മണ്ഡലത്തിന്റെ 7-ാമത്തെ സൂക്തത്തിൽ പറയുന്നത് എന്താണെന്നറിയങ്ങൾ? ആയിരക്കണക്കിന് മനോഹരമായ സ്വർണ്ണ നിറമുള്ള അപ്സരസ്സുകൾ അവരെ മാടി വിളിക്കുന്നാണ്. ഏഷ്യാനെറ്റുകാർ ഇന്ന് ചർച്ച ചെയ്തതിന്റെ പേരാണ് ഹൂറികൾ. സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ ആയിരക്കണക്കിന് അപ്സരസ്സുകൾ. മഹാഭാരതത്തിന്റെ തന്നെ 13-ാം അധ്യായത്തിന്റെ 79-ാം കാണ്ഡത്തിന്റെ 27-ാമത്തെ ശ്ലോകത്തിൽ ആയിരക്കണക്കിന് സുന്ദരമായ നിതംബങ്ങളുള്ള സ്ത്രീകൾ അവരെ കാത്തിരിക്കുന്നു എന്നാണ് ഹൂറികൾ. കൂടുതൽ ഇനിയും എനിക്ക് ഉദ്ധരിക്കാൻ പറ്റും. വെറും മഹാഭാരതം മാത്രമല്ല, അഥർവവേദത്തിന്റെ 4-ാം അധ്യായം 34-ാം കാണ്ഡം 2-ാമത്തെ മണ്ഡലം കൃത്യമായി പറയുന്നത് സ്വർഗത്തിൽ അവൻ സ്ത്രീകളുമായി സഹവാസം ആസ്വദിക്കുന്നു എന്നാണ്. മരണപ്പെട്ടവർക്കാണ് ഈ പറയണത്, യുദ്ധത്തിൽ മരണപ്പെട്ടവർക്ക്. ഇനിയും അவ்விധം കുറേ സംഗതികൾ നമുക്ക് കാണാൻ പറ്റും. ഞാൻ സൂചിപ്പിക്കുന്നത് ഇതൊരു മതതാരതമ്യ വേദിയൊന്നുമല്ല, ഒരു വിമർശന പ്രസംഗം ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ പരിശുദ്ധ ഇസ്ലാമിനെ പരിഹസിക്കാൻ ഒരു ബന്ധവുമില്ലാത്ത വിധം, യാതൊരു ബന്ധവുമില്ലാത്ത ഹൂറികളെയും മദ്യപ്പുഴകളെയും ഇന്ന് പോലും ഏഷ്യാനെറ്റ് പോലെയുള്ള ചാനലുകൾ ചർച്ച ചെയ്യുമ്പോ കണ്ണാടി ഒന്ന് മുഖത്തിന് നേരെ പിടിക്കണം എന്ന് പറയാൻ നമുക്ക് അവകാശമുണ്ടല്ലോ. കണ്ണാടി ഒന്ന് സ്വന്തം മുഖത്തിന്റെ നേരെ പിടിക്കണം എന്ന് പറയാൻ അവകാശമുണ്ട്. ആയിരക്കണക്കിന് വലിയ സൗന്ദര്യമുള്ള നിതംബങ്ങളുള്ള അപ്സരസ്സുകളാകുന്ന ഹൂറികൾ ഇവരെ കാത്തിരിക്കുന്നു എന്ന് കൃത്യമായി പറയുന്നുണ്ട്. എന്നെ കല്യാണം കഴിക്കൂ എന്നാണ് മഹാഭാരതം 12-ാം അധ്യായത്തിൽ പറയണത്. ആയിരക്കണക്കിന് പെണ്ണുങ്ങൾ വന്ന് തിരക്കൂട്ടിയിട്ട് പറയത്രേ, ഇവര് സ്വർഗത്തിലെത്തുമ്പോ എന്നെ കല്യാണം കഴിക്കുക, എന്റെ ഭർത്താവാകുന്നു. ഇത് മറച്ചു വെച്ചിട്ട് ആരും തന്നെ നല്ല പിള്ള ചമയരുത്. AP ഉസ്താദ് എന്ന് പറയുന്ന ലോകം മാനിക്കുന്ന മഹാപണ്ഡിതൻ പരിശുദ്ധ ദീനിന്റെ ഒരു ഹുക്കുമ് പറഞ്ഞതിന് പിറകെ കൂടി ഭത്സിക്കാനാണ് ശ്രമമെങ്കിൽ കുറച്ച് ശ്ലോകമൊക്കെ എല്ലാവരും ചെല്ലേണ്ടി വരുമെന്ന് ഈ വിശുദ്ധമായ സദസ്സിൽ ഓർമ്മപ്പെടുത്തേണ്ടി വരികയാണ്.